ഡീമൺ സ്ലെയർ എന്ന ആനിമയിലെ ഏവരുടെയും ഫേവറേറ്റ് ക്യാരക്ടറാണ് സെനിറ്റ്സു അഗാറ്റ്സുമ. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ആരാണെന്നറിയാതെ അവന് ജീവിക്കേണ്ടി വന്നു. കുട്ടിക്കാലത്ത് അവൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി ധാരാളം പണം കടം വാങ്ങുകയും എന്നാൽ കുറേ കാലത്തിനു ശേഷം ആ പെൺകുട്ടി അവനെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. മാനസികമായി ഏറെ തകർന്ന സെനിറ്റ്സുവിനെ കടക്കാർ വളരെയധികം ഉപദ്രവിക്കുവാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരിക്കൽ ജിഗോറോ എന്നൊരു വ്യക്തി അവനെ കണ്ടുമുട്ടുകയും അവൻ നൽകേണ്ട പണം മുഴുവൻ അദ്ദേഹം കൊടുത്തു തീർക്കുകയും ചെയ്തു. ഈ ജിഗോറോ ആരാണെന്നാൽ ഡീമൺ സ്ലെയർ കോർപ്സിലെ ഒരു ഫോമർ തണ്ടർ ഹാഷറെയാണ്. ഒരു ഡീമണുമായിട്ടുള്ള ഫൈറ്റിൽ അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ടതോടുകൂടി അദ്ദേഹം അതിൽ നിന്നും റിട്ടയർ ചെയ്തു. ഇപ്പോൾ സെനിറ്റ്സുവിനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നത് അവനെ ഒരു ഡീമൺ സ്ലെയറായി മാറ്റുന്നതിനാണ്. സെനിറ്റ്സുവിനെ പോലെ തന്നെ മറ്റൊരു ശിഷ്യൻ കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് കൈഗാക്കു. ഇരുവരെയും ഒരു തണ്ടർ ഹാഷറാക്കി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. സെനിറ്റ്സുവിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് അവനൊരു പേടിത്തൊണ്ടനാണ്. ഏതൊരു കാര്യത്തെയും അവൻ വളരെ പേടിയോടുകൂടിയും വളരെയധികം മടുപ്പോടുകൂടിയുമാണ് സമീപിച്ചിരുന്നത്. എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരുന്നത് തൻ്റെ ട്രെയിനിങ് ഇടയിൽ സംഭവിച്ച ഒരു അമാനുഷിക കാരണം കൊണ്ടാണ്. നമുക്കറിയാം സെനിറ്റ്സുവിൻ്റെ മുടിയുടെ നിറം യെല്ലോ ഷെയ്ഡാണെന്ന്. എന്നാൽ ആ മുടി അങ്ങനെ ആകുന്നതിനു മുമ്പ് എല്ലാവരെയും പോലെ തന്നെ കറുത്ത നിറത്തിലുള്ള ഒരു മുടിയായിരുന്നു അവൻ്റേത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ആരാണെന്നറിയാത്ത സെനിറ്റ്സുവിന് ജിഗോറോ ഒരാശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തൻ്റെ മാസ്റ്ററായി കണക്കാക്കാതെ സ്വന്തം മുത്തച്ഛനായാണ് അവൻ കണക്കാക്കിയിരുന്നത്. ഒരിക്കൽ ഈ ട്രെയിനിങ് ഒന്നും തനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് വാശി പിടിച്ച് അവനൊരു മരത്തിനു മുകളിൽ കയറിയിരുന്നു. എന്നാൽ അതേ സമയം ഒരു മിന്നൽ അവൻ്റെ ശരീരത്തേക്ക് പതിക്കുകയും അതേറ്റ് താഴേക്ക് വീഴുകയും ചെയ്തു. അന്നു മുതലാണ് സെനിറ്റ്സുവിൻ്റെ മുടിയുടെ നിറം ഒരു യെല്ലോ ഷെയ്ഡ് ആകുന്നത്. കൂടാതെ അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ ഒരു അമാനുഷിക ശക്തി വളരാൻ ആരംഭിച്ചു. തൻ്റെ ട്രെയിനിങ്ങിനു ശേഷം ഡീമൺ സ്ലെയർ കോർപ്സിലേക്കുള്ള ഫൈനൽ സെലക്ഷനിൽ പങ്കെടുക്കുകയും അതിൽ വിജയിച്ച് താനൊരു ഡീമൺ സ്ലെയറായി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് അവൻ്റെ ജീവിതത്തിലേക്ക് താഞ്ചിറോ, നെസുക്കോ, ഇനോസ്കെ ഇവരൊക്കെ കടന്നു വരുന്നത്. താഞ്ചിറോവിന് സ്മെൽ സെൻസ് ചെയ്യാനുള്ള പവർ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ എത്ര ദൂരത്തുള്ളൊരു എനിമിയെയും തൻ്റെ അപാര കേൾവിശക്തി ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു എബിലിറ്റി സെനിറ്റ്സുവിനുമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പേടിത്തൊണ്ടനായി കാണിക്കുമെങ്കിലും ഫൈറ്റിനിറങ്ങിയാൽ ആള് അത് പൂർത്തീകരിക്കാതെ മടങ്ങില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സെനിറ്റ്സു അടുത്ത സെക്കൻഡിൽ എനിമീസിൻ്റെ തലയെടുക്കുന്നതാണ് കാണുന്നത്. പെണ്ണുങ്ങളോട് സെനിറ്റ്സു എപ്പോഴും ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ നെസുക്കോയെ കണ്ടുമുട്ടിയ അന്നു മുതൽ അവളെ അവൻ ജീവന് തുല്യം സ്നേഹിച്ചു. അവളൊരു ഡീമനാണെന്ന് അറിഞ്ഞിട്ടുകൂടി ഇനോസ്കെ ഒരു സാഹചര്യത്തിൽ നെസുക്കോയെ ആക്രമിക്കാൻ പാഞ്ഞടുക്കുമ്പോൾ അതിൽ നിന്നും അവളെ രക്ഷിക്കുന്നത് പോലും സെനിറ്റ്സു ആണ്. അന്നു മുതൽ പിന്നീട് എന്നും അവളെ അവൻ സംരക്ഷിച്ചിരുന്നു. മറ്റൊരു കാര്യമാണ് സെനിറ്റ്സുവിൻ്റെ സോഡ്. മിന്നൽ വേഗത്തിൽ ഫൈറ്റ് ചെയ്യുന്ന സെനിറ്റ്സുവിന് ഈ സോഡൊന്നും ഒരു കരുത്ത് തന്നെയായിരുന്നു. തണ്ടർ ബ്രീത്തിങ്ങിൻ്റെ ഫസ്റ്റ് ഫോം മാത്രം അറിയുന്ന സെനിറ്റ്സു അതുപയോഗിച്ച് ധാരാളം എനിമീസിനെ ഇല്ലാതാക്കുന്നുണ്ട്. എന്നാൽ ഈ ബ്രീത്തിങ് സ്റ്റൈലിൻ്റെ തന്നെ 6 ഫോമുകളും അറിയാവുന്ന ജിഗറോയെയും അദ്ദേഹത്തിൻ്റെ പൂർവികരെയും കടത്തിവെട്ടിക്കൊണ്ടാണ് തണ്ടർ ബ്രീത്തിങ്ങിൻ്റെ 7th ഫോം സെനിറ്റ്സു കണ്ടെത്തുന്നതും അതുപയോഗിച്ച് തനിക്ക് വേണ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അപ്പർ മൂൺ 6 ഡീമനായിരുന്ന കൈഗാക്കുവിനെ ഇല്ലാതാക്കുന്നതും. ഹാഷറ ട്രെയിനിങ് ആർക്ക് തീരുമ്പോൾ വളരെയധികം ചിരിച്ചു മാത്രം കണ്ടിരുന്ന സെനിറ്റ്സുവിനെ പിന്നീട് നമ്മൾ കാണുന്നത് വളരെയധികം ഗൗരവഭാവത്തോടെയാണ്. താൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ മുത്തച്ഛനായി കണക്കാക്കിയിരുന്ന ജിഗോറോ തൻ്റെ സ്റ്റുഡൻസിൽ ഒരാളായിരുന്ന കൈഗാക്കു ഒരു ഡീമനായി മാറിയതറിഞ്ഞ് ഏറെ അപമാനവും ദേഷ്യവും സങ്കടവും സഹിക്കവയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന വിവരം അറിഞ്ഞതിന് ശേഷമാണ് സെനിറ്റ്സു അപ്രകാരം മാറുന്നത്. തുടർന്ന് ഇൻഫിനിറ്റി കാസിലേക്ക് പ്രവേശിക്കുന്ന സെനിറ്റ്സു കൈഗാക്കുവിനെ കണ്ടുമുട്ടുകയും പിന്നീട് അവർ തമ്മിലുണ്ടാകുന്ന യുദ്ധങ്ങളുമാണ് ഇൻഫിനിറ്റി കാസിൽ ആർക്കിൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇൻഫിനിറ്റി കാസിൽ ഇനിയും കാണാനുണ്ടെങ്കിൽ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. അതിലൂടെ തന്നെ താൻ സ്നേഹിക്കുന്ന ആരെയും അവൻ സങ്കടപ്പെടുത്താതെയും അവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും പോരാടുമെന്നുള്ള ഉറച്ച മനസ്സിനുടമ കൂടിയാണ് സെനിറ്റ്സു എന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് സെനിറ്റ്സുവിനെ ഇഷ്ടമാണെന്നും ഇൻഫിനിറ്റി കാസിൽ ആർക്ക് മൂവി ആരെല്ലാം കണ്ടെന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്